ഇവിടെ തലേ കയറ്റി വെക്കല്ലേ ഇവിടെ ഭയങ്കര ഡേഞ്ചറാ. കല്ല് നല്ല ഫോമിലാണല്ലോ. എന്താ എന്തിനാ? ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പുതിയ പ്രമോല് നമ്മുടെ കല്ലുമുളകും പാറക്കുട്ടിക്കും കളിക്കാൻ വേണ്ടി കുറെ കൂട്ടുകാര് പുതിയ അതിഥികൾ നമ്മുടെ പാറമട വീട്ടിലേക്ക് വരികയാണ് ഗൈസ്. അതേ കൂട്ടുകാർ വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരൊക്കെ പോളി മോഡാട്ടോ, കളി മോഡാണ്. അപ്പൊ അങ്ങനെ കുറെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലച്ചു ആ പുതിയ പിള്ളേരോട് പറയുന്നുണ്ട്, ദേ മക്കളെ ഇവളെ സൂക്ഷിച്ചോട്ടാ, കല്ലുമോളെ ചൂണ്ടിയാട്ടോ പറയുന്നത്, ഇവൾ ഇച്ചിരി കൂടിയനോ ആണേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കല്ലുമോൾ എടുത്ത് വായിക്കാൻ പറയുന്നുണ്ട്, ഞാൻ അമ്മയെ പോലെ കുറച്ച് കൂടിയനോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ ലച്ചുവിനിട്ട് ആദ്യത്തെ കൊട്ട് കിട്ടി നമ്മുടെ കല്ലുമോളുടെ കയ്യിൽ നിന്ന്. അപ്പൊ നമ്മുടെ ഗൗരിയമ്മായി പറയുന്നുണ്ട്, കല്ലുമോൾ ഇന്ന് നല്ല ഫോമിലാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിള്ളേരൊക്കെ കൂടെ ഭയങ്കര കളിയും ഒച്ചയും ബഹളമൊക്കെ തന്നെയാട്ടോ. അപ്പൊ നമ്മുടെ പാറമട വീട് മൊത്തത്തിൽ ഹാപ്പി. പിന്നെന്താന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് ഒരു കൊച്ച് മാറി നിന്ന് ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ഭവാനിയമ്മ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും. ഭവാനിയമ്മ ആ കൊച്ചിനെ വിളിച്ചിട്ട് എന്ത് പറ്റി മോക്ക് ഇത്ര സങ്കടം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ കൊച്ച് എന്തോ പറയുന്നുണ്ട്, എനിക്ക് എവിടെ ചെന്നാലും ആ ഓർമ്മ വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ ഇല്ലാതിരുന്നിട്ട് അവരുടെ ഓർമ്മ വരുന്ന ആ ഒരു കൊച്ചായിരിക്കാം. എന്താണ് ആ കൊച്ചിന്റെ സങ്കടം എന്നുള്ളത് വ്യക്തമാക്കുന്നില്ല. എന്നിരുന്നാൽ കൂടി നമ്മുടെ ലച്ചു ആ കൊച്ചിനെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ടേ. അപ്പോൾ ആ കൊച്ച് പിന്നീട് നമ്മുടെ പാറുക്കുട്ടി ചെന്ന് ആ കൊച്ചിനെയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ ആ കൊച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയാ, ആ കുഞ്ഞിന്റെ ആ ഒരു കുഞ്ഞു മനസ്സിലെ ഒരു നൊമ്പരം കാണിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാട്ടോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് കാണുവാൻ സാധിച്ചതേ. എന്തായാലും ഏറ്റവും സങ്കടകരം എന്താന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡിലും നമ്മുടെ സിദ്ധു ഇല്ലാട്ടോ. ഇനി അങ്ങോട്ട് മുഴുനീളം നമ്മുടെ സിദ്ധു ഇല്ലേ എന്നുള്ളൊരു സംശയം തന്നെയായി പ്രേക്ഷകർക്ക് ഇപ്പോൾ. അല്ലേ കൂട്ടുകാരെ, നമ്മുടെ ലച്ചുവിന് അങ്ങനെയാണെങ്കിൽ ഒരു 8ന്റെ പണിയായിരിക്കുമല്ലേ സിദ്ധു വീണ്ടും കുഴപ്പത്തിൽ നിന്ന് ഗൾഫിലോട്ട് പോയി എന്നുള്ളൊരു വാർത്തയായിരിക്കുമോ നമ്മുടെ ലച്ചുവിന് ഇനി വരാൻ പോകുന്നത്. കാത്തിരിക്കാട്ടെ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.